നിറങ്ങളും പൂക്കളും പാവകളുമുള്ള ഈ മനോഹര ലോകത്ത് ആഗ്രഹങ്ങൾ ഒന്നുമില്ലാതെ നിഷ്കളങ്കതയോടെ ഇവർ. ഈ കൊച്ചുമുഖങ്ങൾ ദൈവത്തിൻ്റെ പൂക്കളാണ്, സ്നേഹത്തിൻ്റെ നിറകുടമാണ്. പാലക്കാട്ടെ കൽപ്പാത്തിയിലെ ചൈതന്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്പെഷ്യൽ ചിൽഡ്രൻസ് സ്നേഹത്തിൻ്റെ ഒരു തുരുത്താകുന്നു. ഒപ്പം അനേകം മാതാപിതാക്കൾക്ക് ആശ്വാസവും സമൂഹത്തിന് സാന്ത്വനമാകുന്നു. പാലക്കാട്ടെ ഈ സ്കൂളിൽ നമുക്ക് നിഷ്കളങ്കമായ കുറെ മുഖങ്ങളെ കാണാം. ഒരിറ്റ് സ്നേഹത്തിനായി കൊതിക്കുന്ന കുരുന്നുകൾ, അവർക്ക് അമ്മയായി, കളിക്കൂട്ടുകാരായി, സേവനത്തിന്റെ പാതയിൽ സന്തോഷത്തോടെ കുറെ പ്രവർത്തകർ. ഇവരുടെ പ്രാർത്ഥന ഒരു ദിനത്തിന്റെ മാത്രം തുടക്കമല്ല, മറിച്ച് ഒരു സമൂഹത്തിന്റെ സ്നേഹത്തിന്റെ സാന്ത്വനത്തിന്റെ ആരംഭമാണ്. രണ്ടായിരത്തി 2002 ചൈതന്യ സ്പെഷ്യൽ സ്കൂൾ ആരംഭിച്ചത്. ഇത് ചൈതന്യ ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തി വരുന്ന സ്കൂളാണ്. ട്രസ്റ്റിൻ്റെ സെക്രട്ടറി മിസ്റ്റർ ഹരിയാണ്. മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ VSC മണി, ട്രഷറർ മിസ്റ്റർ സുബ്രഹ്മൻ. ഇവരടങ്ങുന്ന ഒരു 11 ട്രസ്റ്റീസ് ഉണ്ട്. ഇതൊരു ലീഗലി രജിസ്റ്റേർഡ് ട്രസ്റ്റാണ്. ഇതിന് വരുന്ന ഡൊണേഷൻസൊക്കെ ഇൻകം ടാക്സ് എക്സംഷൻസ് ഉണ്ട് നമുക്ക്. ഇപ്പോൾ 3 ബിൽഡിങ്ങിലായിട്ടാണ് ഈ സ്കൂൾ നടത്തി വരുന്നത്. അതിന് ഒരു മാസം ഈ സ്കൂൾ റൺ ചെയ്യാൻ ഒരു നിയർലി അബൌട്ട് 40,000 റുപ്പീസ് വേണ്ടി വരും. അത് ഞങ്ങൾക്ക് 2 കൊല്ലമായിട്ട്, കഴിഞ്ഞ കൊല്ലം ഞങ്ങൾക്ക് സർ രത്തൻ ടാറ്റ ട്രസ്റ്റ് റണ്ണിങ് എക്സ്പെൻഡിച്ചർ സ്പോൺസർ ചെയ്തിരുന്നു. ഇക്കൊല്ലം ഞങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിന് പുറമേ പബ്ലിക്കിൽ നിന്ന് ഡൊണേഷൻസ് വാങ്ങിക്കുന്നുണ്ട്. പിന്നെ സ്പോൺസർ ചെയ്യുന്നുണ്ട് ചില കുട്ടികളെ. മിക്ക കുട്ടികളും പാവപ്പെട്ടവരാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് നമുക്ക് അവരോട് ഫീസായിട്ട് വാങ്ങിക്കാനൊന്നും അത്ര പറ്റില്ല. അവർക്ക് തരാൻ ബുദ്ധിമുട്ടാണ്, ഫീസ് തരാൻ. ഗവൺമെൻറ്റിൽ നിന്ന് ഞങ്ങൾക്ക് സപ്പോർട്ടൊന്നുമില്ല ഇതുവരെ. ഇപ്പോൾ ഇവിടെ ഒരു 60 കുട്ടികളുണ്ട്, 8 സ്റ്റാഫുണ്ട്, 6 സബ് സ്റ്റാഫുണ്ട്. പിന്നെ പാരൻസും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ട്രെയിനിങ് ആണ്. ആദ്യം പാരൻസിനെ ട്രെയിൻ ചെയ്തിട്ടാണ് ഞങ്ങൾ കുട്ടികളെയും ചെയ്യുന്നത്. എന്താ വെച്ചാൽ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. സ്കൂളില്ലെങ്കിലും കൂടെ അവരെ വീട്ടിലും ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ പാരൻസും ട്രെയിൻഡ് ആയിരിക്കണം. ഗവൺമെൻറ്റിൽ നിന്ന് സപ്പോർട്ടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. അതിന് ഞങ്ങൾക്കുള്ള എലിജിബിലിറ്റി ഇപ്പോൾ ഗവൺമെൻറ്റിൽ നിന്ന് സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 3 കൊല്ലമെങ്കിലും റൺ ചെയ്തിരിക്കണം. ഇപ്പോൾ ഞങ്ങൾ 4-ാമത്തെ കൊല്ലത്തിൽ പോയിട്ടുണ്ട്. ഇനി അപ്ലൈ ചെയ്യണം അതിന് വേണ്ടി. 1000 സ്ഥാനം അല്ലേ? അടുത്തത് 3 ലക്ഷം. അപ്പൊ വായിക്കണ്ടേ ഇതിനെ? എങ്ങനെയാ വായിക്കുക? ഒന്ന് വായിച്ചേ അവർക്ക് നോക്കട്ടെ. 3 ലക്ഷത്തി 51,240 അല്ലേ? വെരി ഗുഡ്. ഒന്നുകൂടെ വായിച്ചവർക്ക്. ഇവിടെ അവർക്ക് ഗണിതം ഒരു കടമ്പയല്ല. മറ്റു സാധാരണ സ്കൂളിലെ കുട്ടികളെ പോലെ ഇവർ സങ്കലനവും വ്യവകലനവും ഹൃദ്യസ്ഥമാക്കുന്നു. ഗുണനങ്ങളുടെയും വ്യവകലനങ്ങളുടെയും ഏറ്റക്കുറച്ചിൽ ടീച്ചറുടെ സഹായത്തോടെ അവർ അതിജീവിക്കുന്നു. ഇവിടെ അക്ഷരങ്ങൾ അവർക്ക് കളിക്കൂട്ടുകാരാണ്. അവരെ കൂട്ടുപിടിച്ച് അവർ പഠനം സുഗമമാക്കുന്നു. ഓരോ കുട്ടികളിലെയും ഏറ്റക്കുറിച്ചിലുകളെ കണ്ടെത്തി പരിപോഷിപ്പിച്ച് അവർക്കനുസരിച്ച് പഠിപ്പിക്കുക എന്നത് തീവ്ര യത്നമാണ്. അതിലുപരി സേവനമാണ്.
എൻ്റെ പേര് കവിത പ്രദീപ്. ഞാനിവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 3 വർഷമായി. എനിക്ക് ഇവിടെ സ്കൂളിൽ വന്ന എൻ്റെ ഫ്രണ്ടാണ് ഇവിടെ എന്നെ അപ്പോയിൻമെൻറ്റ് ചെയ്തത്. സ്കൂൾ കൊണ്ട് കാണിച്ചു. വളരെ സന്തോഷം തോന്നി. അതിന് ശേഷമാണ് ഞാനിത് തിരഞ്ഞെടുക്കാൻ കാരണം. ഞാനിപ്പം ചെയ്യുന്നത്, എൻ്റെ ക്ലാസ്സിൽ മൊത്തം 6 കുട്ടികളുണ്ട്. അക്കാഡമിക്ക് തന്നെയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സിലബസാണ് ഇപ്പോൾ എടുക്കുന്നത് അവർക്ക്. അവിടെ ഇപ്പം ഡൗൺസും CP കുട്ടികളും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. CP കുട്ടികളെ അപേക്ഷിച്ച് ഡൗൺസിനെ ബുദ്ധിമുട്ടാണ് പഠിപ്പിക്കാൻ. എങ്കിലും ഫ്ലാഷ് കാർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അവരെ പഠിപ്പിക്കുന്നത്. കോഗ്നിഷൻ്റെ കാര്യത്തിൽ CP കുട്ടികൾ കുറച്ചും കൂടെ മുൻപന്തിയിലായിരിക്കും. ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവരെയും നമ്മൾ കൊണ്ടുവരണമല്ലോ സ്കൂളിലേക്ക്, അതിന് വേണ്ടിയിട്ടാണ് പഠിപ്പിക്കുന്നത്. പിന്നെ ഡൗൺസിനെ സംബന്ധിച്ചുള്ള അവരിപ്പം ഡാൻസ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെ നല്ലത് ചെയ്യുന്നുണ്ട്. പൂർണ്ണമായിട്ട് എൻ്റെ വീട്ടിൽ നിന്നുള്ള പിന്തുണ നന്നായിട്ടുണ്ട്. എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മാനസികമായിട്ടുള്ളൊരു സന്തോഷം നന്നായി കിട്ടുന്നുണ്ട്. അതാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. പഠനത്തിൽ എന്ന പോലെ മറ്റു കഴിവുകളിലും കുട്ടികൾ മികവ് പുലർത്തുന്നു. ഇത് അവരുടെ തിരിച്ചുവരവിന്റെ ശുഭലക്ഷണമാണ്. ഇവരിലെ കലാകാരൻ ഉണരുകയാണ്. നിറങ്ങളും നിറക്കൂട്ടുകളുമായി അവൻ വിശ്വനാഥൻ വിസ്മയ മനോഹരമായ ഈ ലോകത്തെ തന്റെ കടലാസിൽ ആവാഹിക്കുകയാണ് നിറഞ്ഞ സന്തോഷത്തോടെ.